ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു പ്രോഡക്റ്റാണ് റോസ്മേരിയുടെ വാട്ടറും റോസ്മേരിയുടെ ഓയിലും. ഇതിനെപ്പറ്റി സാധാരണക്കാരുടെ ഇടയിൽ വളരെ വലിയൊരു ഡൗട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാവോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്താൽ തന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള വളരെ ഭയങ്കര ഒരു ഡൗട്ടുണ്ട് എല്ലാവർക്കും. ഇന്ന് നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ ഷിജ്ന ഷാജി. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റോസ്മേരി എന്ന് പറയുന്ന നേർത്ത ഇലകളുള്ള തീക്ഷ്ണമായ ഗന്ധമുള്ള കണ്ടാൽ നല്ല രസം തോന്നുന്ന തരത്തിലൊരു വയലറ്റ് കളറുള്ള പൂവൊക്കെയോടുള്ള ഒരു തരത്തിലുള്ള ഒരു ചെടിയാണ്, ഷ്രബാണ്. മിൻറ്റിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു ചെടിയാണ് റോസ്മേരി എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലം മുതൽ തന്നെ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഇറച്ചി ഉണ്ടാക്കുമ്പോഴും മീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള സൂപ്പ് ഉണ്ടാക്കുമ്പോഴും പലതരത്തിലുള്ള സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് ചേർത്ത് പോകുന്നിരുന്നു. അതായത് ഒരു പാചക സസ്യം തന്നെയാണ് റോസ്മേരി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഡ്രൈ ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത് ചെടിയായിട്ട്, അത് തണ്ടും ചെടിയൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് സാധാരണ ആൾക്കാർ വീട്ടിൽ മിൻ്റൊക്കെ കുഴിച്ച് വെച്ച് മല്ലിയിലയും പുതിനയൊക്കെ ചെടികൾ നട്ട് വെച്ച് കിളിപ്പിക്കുന്നത് പോലെ പലരും ഇപ്പോൾ അത് ചെയ്ത് വരാറുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ വളരെ സുലഭമായി കാണുന്നൊരു സാധനമാണെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അതുപോലെ തന്നെ അയൺ, ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ വളരെയധികം സഹായിക്കുന്ന ഒരു ചെടിയാണ് റോസ്മേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് തൊട്ടേ ആൾക്കാർ അവരുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തി പോകുന്നത്. വളരെ പണ്ട് കാലം മുതൽ തന്നെ ഇത് നമ്മുടെ ആ ഫുഡുകൾ പാകം ചെയ്യാനും നമ്മൾ കഴിക്കുന്നതിനും എല്ലാം നമ്മൾ ഉപയോഗിച്ച് പോന്നിരുന്നതാണ്. റോസ്മേരി ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സ് അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ മുടി കൊഴിയുന്നത് മന്ദഗതിയിലാക്കുന്നതായിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ വളരെ റീസെൻ്റ് ആയിട്ട് ഈ റോസ്മേരി ഓയിലിനും റോസ്മേരി വാട്ടറിനും വളരെയധികം പ്രചാരം ഉണ്ടായി തുടങ്ങിയത്. ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലും നമ്മൾ തുടർച്ചയായി നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടുമ്പോൾ നമ്മുടെ ഹെയർ റൂട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എയർ ഫോളിക്കിലോട്ട് ഓക്സിജൻ്റെ സപ്ലൈ കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള മിനറൽസ് വളരെയധികം പെട്ടെന്ന് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ ഇത് ഉത്തേജിപ്പിക്കുന്നു. അതായത് മുടി നന്നായിട്ട് വളരുന്നതിനും, കാരണം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഹെയർ ഫോളിക്കിളിലും എയർ റൂട്ടുകളിലും പെട്ടെന്ന് എത്തിച്ചേരുന്നത് കാരണം നമുക്കൊരു ഹെൽത്തി സ്കാൽപ്പ് ഉണ്ടാകുന്നതിന് ഇത് ഇടയാക്കുന്നു. അതുമാത്രമല്ല, ഇതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയുകയും മുടി വളരുന്നത് വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് വളരെ പ്രചാരമായി തുടങ്ങിയത്. റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലും പതിവായി പുരട്ടുന്നത് കൊണ്ട് നമുക്കൊരു ഹെൽത്തി സ്കാൽപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മുടെ ശിരോചർമ്മത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള താരനൊക്കെ ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു സാധനമാണ് റോസ്മേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ ശിരോചർമ്മം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ശിരോചർമ്മങ്ങളിൽ ഉണ്ടാകുന്ന താരം പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് നിർത്തി മുടിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. അതുതന്നെയല്ല, നമുക്കറിയാം നമ്മുടെ ശിരോചർമ്മത്തിൽ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്. അങ്ങോട്ടുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ധാരാളം പുതിയ എയർ ഫോളിക്കിൾസ് ഉണ്ടായി വരികയും ഉള്ള എയർ റൂട്ടുകൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരെ പെട്ടെന്ന് വളരാനായിട്ട് ഇത് വളരെ വലിയൊരു കാരണമാണ്. ഇനി ഇത് എന്തെല്ലാം രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. റോസ്മേരി ഓയിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടത്, ഒരു വരണ്ട ശിരോചർമ്മം ഉള്ളവർ റോസ്മേരി ഓയിൽ സെലക്ട് ചെയ്യുക. എണ്ണമയമുള്ള ശിരോചർമ്മം ഉള്ളവർ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, എണ്ണമയമുള്ള ശിരോചർമ്മം ഉള്ളവർക്ക് അവർക്ക് കുറച്ച് എണ്ണ വെച്ചാൽ തന്നെയും, അല്ലെങ്കിൽ അവർ തീരെ എണ്ണ വെക്കാതെ അവർ തല കുളിക്കാത്ത ദിവസങ്ങളിൽ അവരുടെ മുടി വളരെ ഓയിലി ആയിട്ട് കാണപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വരണ്ട ശിരോചർമ്മം ഉള്ളവർ റോസ്മേരിയുടെ ഓയിൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എണ്ണമയമുള്ള ശിരോചർമ്മമുള്ള ആൾക്കാർ റോസ്മേരിയുടെ വാട്ടർ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുന്നതിന് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ മുന്നേ വരെ നിങ്ങൾക്ക് ഈ റോസ്മേരിയുടെ സ്പ്രേ നിങ്ങൾക്ക് നിങ്ങളുടെ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഒട്ടനവധി കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ചേർന്നതായിരിക്കാം പലപ്പോഴും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഈ റോസ്മേരിയുടെ സ്പ്രേ നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഭയങ്കര പരിപരുത്ത മുടിയുള്ള ആൾക്കാർ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ള ആൾക്കാർക്ക് റോസ്മേരിയുടെ സ്പ്രേയും ഓയിലും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുടിയുടെ ഫ്രിസ്നെസ് ഒന്ന് കുറഞ്ഞ് കുറച്ച് ഷൈനി ആയിട്ട് കുറച്ച് തിളക്കമുള്ള മുടി ഉണ്ടായി വരാനായിട്ടും ഉള്ള മുടിക്ക് കുറച്ച് തിളക്കമുള്ളതായിട്ട് വരാനായിട്ടും ഇത് സഹായിക്കാറുണ്ട് സാധാരണ. അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റോസ്മേരിയുടെ ഈ വാട്ടർ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളവർക്കും ഈ റോസ്മേരിയുടെ സ്പ്രേ തലയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു കുറച്ച് നേരം നിങ്ങൾ റോസ്മേരിയുടെ സ്പ്രേ നിങ്ങൾ തലയോട്ടിൽ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നിങ്ങളുടെ വിരലിൻ്റെ തുമ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യുന്നതോടെ മുടി ധാരാളമായിട്ട് കിളുക്കാനും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നിങ്ങൾക്ക് നല്ലൊരു ഹെഡ് മസാജ് കിട്ടാനായിട്ടൊക്കെ ഇത് സഹായിക്കും. ഹെഡ് മസാജിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം. എണ്ണ പൊതുവെ തലയിൽ പുരട്ടി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നവർക്കും ഇത് തലയിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ മസാജ് ചെയ്തിട്ട് കയറി കുളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ, കാച്ചി എണ്ണ വല്ലതും നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ റോസ്മേരിയുടെ ഓയിൽ ഒരു 2-3 തുള്ളി അതിൻ്റെ അകത്ത് ചേർത്ത് നിങ്ങൾക്ക് തലയോട്ടിയിൽ ചെറുതായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കയറി കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഹെന്ന ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഹെന്ന പൗഡർ നിങ്ങൾ ചായപ്പൊടിയുടെ വെള്ളത്തിൻ്റെ അകത്തോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ അകത്തോ മോരിൻ്റെ അകത്തോ ഒക്കെ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത്തിരി റോസ്മേരിയുടെ ഓയിലും ചേർക്കാം. അതുപോലെ തന്നെ റോസ്മേരിയുടെ വാട്ടർ അല്ലെങ്കിൽ റോസ്മേരിയുടെ പൗഡർ, നിങ്ങൾക്ക് റോസ്മേരിൻ്റെ ഡ്രൈ ലീവ്സ് ഒക്കെ ഇപ്പോൾ കിട്ടും. അത് നിങ്ങൾക്ക് പൊടിച്ച് ഒരു 1-2 സ്പൂൺ അതിൻ്റെ അകത്ത് ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹെയർ പാക്കുകൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പൗഡർ ഫോമിലുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തലയോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ധാരാളമായിട്ട് മുടി കിളുക്കുകയും നിങ്ങളുടെ മുടിയുടെ കൊഴിച്ചിൽ കുറയുകയും ചെയ്യും. പക്ഷേ നിങ്ങളൊരു 3 തൊട്ട് 5 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. 1-2 ആഴ്ച ഒന്ന് യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കാര്യമായിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. റോസ്മേരിയുടെ ലീഫാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 തണ്ട് കംപ്ലീറ്റ് തണ്ട് ഉൾപ്പെടെ നിങ്ങൾ എടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 100 ml വെള്ളത്തിൽ നിങ്ങളതിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നിങ്ങളത് മാറ്റി വെച്ച് അരച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി നിങ്ങൾക്ക് തലയിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഓയിലും നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ മറ്റ് മരുന്നുകളിട്ട് കാച്ചുന്നവരാണോ അല്ലതല്ല ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇത് തന്നെയായിട്ട് കാച്ചി എടുക്കണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1-2 അതല്ല ലീഫായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ വരെ ഒരു 100 ml എണ്ണയ്ക്കകത്തിട്ട് നിങ്ങൾ സാധാരണ എണ്ണ കാച്ചുന്നത് പോലെ തന്നെ കാച്ചി ആറിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഹെയർ യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, മുടിയുടെ വളർച്ച ഇതിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനുള്ള ആഹാര സാധനങ്ങളും മുട്ട, ഇറച്ചി, പാല്, പയറുവർഗ്ഗങ്ങൾ എല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കാരണം നിങ്ങൾക്ക് ധാരാളം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അത് തന്നെയുമല്ല, മുടി കൊഴിച്ചിൽ ചിലപ്പോൾ മറ്റ് പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ്. ചില വൈറ്റമിൻസ് ഒക്കെ, വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളുടെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മുടി കൊഴിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് ഒരു അകാരണമായ ഒരു മുടി കൊഴിച്ചിൽ നിങ്ങൾക്കുണ്ട്, ധാരാളം മുടി നിങ്ങൾക്ക് ഒരു ദിവസം പൊഴിഞ്ഞു പോകുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് മുടി വളർച്ചയെ സഹായിക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് മുടിയുടെ കൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ളൊരു മരുന്നൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റിനെ മാത്രം വിശ്വസിച്ചിരിക്കരുത്. അതുകൊണ്ട് റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലുമായിട്ട് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.